ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1/2 കിലോ മത്തങ്ങയും പയറും കൊണ്ടൊരു ചാറുകറി ഉണ്ടാക്കാം, ഒഴിച്ചു കറി. അതിനായി വേണ്ട സാധനങ്ങൾ: ഈ മത്തങ്ങ ഒന്ന് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: കുറച്ച് പയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഏകദേശം 1/2 കപ്പ് പയർ. പിന്നെ കുറച്ച് തേങ്ങ, അതിൻ്റെ കൂടെ 4 ചുമന്നുള്ളി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ജീരകം എല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, വെള്ളം, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യമായി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. മത്തങ്ങയെല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ. ഇനി നമുക്കിതെല്ലാം ബോയിൽ ചെയ്യണം. ആദ്യം നമുക്ക് ഈ പയറൊന്ന് ഒരു പ്രഷർ കുക്കർ എടുത്ത് പയർ നമുക്കതിലേക്ക് ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, രണ്ട് പച്ചമുളക്, പയർ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പയറൊന്ന് വേവട്ടെ. പയറൊക്കെ ചെറുതായി വെന്തിട്ടുണ്ട്. കുക്കറൊന്ന് തുറക്കാം. പയർ പകുതി വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് മത്തങ്ങയും കൂടെ ചേർത്ത് വേവിക്കാം. ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കിയ ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് ജാറെടുത്ത് അതിലേക്ക് 4 ചുമന്നുള്ളി, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, മത്തങ്ങ വേകാൻ ആവശ്യമുള്ള തേങ്ങ തിരുമ്മിയത്, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം എന്നിവ വെച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. കുക്കർ വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് എയറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാം. പയറും മത്തങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സമയം ഒന്ന് ഉടച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് മത്തങ്ങ പയർ ചെറുതായി ചൂടാകട്ടെ. ഇളക്കി കൊടുക്കാം. മത്തങ്ങ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നമ്മൾ കറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒഴിച്ച് കറി. ഞാൻ
നല്ല തിള വന്ന ശേഷം നമുക്ക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇവിടെ നമുക്കൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നതിനായി വയ്ക്കും. ഈ സമയം കൊണ്ട് നമുക്ക് താളിച്ചെടുക്കാം. ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണയൊക്കെ അതിന് ചൂടായിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കും. കടുകൊന്ന് പൊട്ടിട്ട് ശേഷം ചുവന്നുള്ളി, 2 ഉണക്കമുളക്, 2 കറിവേപ്പില, കടുക്കൽ കളർ കിട്ടുന്നതിന് ലാസ്റ്റ് 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നു. ശേഷം കറിയിൽ ചേർക്കാം. അടച്ച് വെച്ചതിന് ശേഷം തുറന്നിളക്കി കൊടുക്കാം. നമുക്ക് അടപ്പം തുറക്കാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് കറി മത്തങ്ങ പയർ ചാറ് കറി അഥവാ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അടപ്പം തുറക്കാൻ നോക്കാം. മത്തങ്ങ പയർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചുമന്ന പയർ ഒഴിച്ച് കറി റെഡി.